أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനമുള്ള സാദാത്യങ്ങളെ, ഉലമാക്കളെ, മുത്തഅല്ലിമുകളെ, മുഅല്ലിമുകളെ, സുന്നത്ത് ജമാഅത്തിന് പ്രവർത്തിക്കുന്ന സഹോദരങ്ങളെ, ഞാനിപ്പോൾ പ്രസംഗം ചെയ്യാൻ വിചാരിച്ച കഴിയില്ല. എത്രയോ പ്രസംഗം കേട്ടില്ല. നമ്മൾ പ്രസംഗമല്ല ആവശ്യം, പ്രവർത്തിയാണ് ആവശ്യം. പ്രവൃത്തി എന്ത്? നമ്മൾ സുന്നികളാന്ന് പറഞ്ഞ് നടന്നാ പോരാ. സുന്നത്ത് ജമാഅത്ത് നമ്മൾ ഓരോരുത്തരും ഉണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. നബിന്റെ പേര് കേൾക്കുമ്പം സലാത്തി അല്ലാത്തവർ പേര് സുന്യ അല്ല. സലാത്തിന് പ്രത്യേകമെന്ന് പറയണം. ഒരു പൊളിഞ്ഞു പോകാത്ത അമലുണ്ടെങ്കിൽ സലാത്തല്ലേ ഉള്ളൂ. വേറെ ഏത് നേരവും നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും മുഴുവനും പല കാരണങ്ങളെ കൊണ്ടും പൊളിഞ്ഞു പോകും. സലാത്ത് ഒരു തീർച്ചയായും പൊളിയുകയില്ല. ആ സലാത്ത് എല്ലാം തന്നെ നമ്മൾക്ക് മടിയാണെങ്കിൽ പിന്നെ നമ്മക്കെന്ത് സുന്നത്ത്? സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്ത് റസൂലുള്ളാഹി വ ജമാഅത്ത് സ്വഹാബ, അതാണ് ഒരു സംഘടന. ഇതെന്തിനിങ്ങനൊന്നും ഉണ്ടാക്കേണ്ടി വന്നു? ഇസ്ലാമിൽ പിൻകാലത്ത് പലതും സംഭവിച്ചു. അങ്ങനെ വരാനുള്ള കാര്യങ്ങളൊക്കെ റസൂൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലതും ഇവിടെ നടന്നുകൊണ്ട് വന്നപ്പോൾ അതിൽ അടിയുറച്ചു നിൽക്കാൻ വേണ്ടി എല്ലാത്തിനും ഒരു അടിസ്ഥാനമാണല്ലോ. അതിനാണ് ഈ ആലിമീങ്ങളൊക്കെ മെനക്കെട്ടത്. പ്രിയ സഹോദരങ്ങളെ, നമ്മളതൊന്നും അതിന്റെ ആൾക്കാരൊന്നുമല്ല. ഞാൻ അവരൊരു സിനിമത്ത് നിന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് പണിക്ക് ദർശയില്ല, ദർശിന്ന് കൊടുക്കും വന്ന കാലത്ത്. അത് ഏത് കിതാബും ഞാൻ ഓടിക്കൊള്ളു, അതിനെനിക്കൊരു പണിയുമില്ല. അത് ഏത് സമയത്ത് വന്നാലും ഓടിക്കൊള്ളു. അല്ലാഹു തൗഫീഖ് ചെയ്തിരിക്കും. അതെനിക്കൊരു ക്ഷീണവുമില്ല, ഒന്നുമില്ല. എത്ര ഹജ്ജിന് പോയി വന്ന ആ അവസരം വളരെ സ്വക്രാണ്. മുണ്ടാൻ വയ്യാതെ കുഴച്ചുകൊണ്ട് കരുവഞ്ചേറ്റി എന്റെ സ്വന്തം നാട്ടിലുള്ള സനാത്തിന്റെ മജിലിസിൽ ഒന്ന് ദ്വാരന്ന് വരാൻ ഇറങ്ങിപ്പോയി. എവിടെ എത്തിയപ്പോ എല്ലാ മുസ്ലിംമാരും വലിയ വലിയ വൈലാന്മാർ കിതാബൊക്കെ കൊണ്ടുവന്ന് എന്തേ ദർശനമാണോ അതാ വായിക്കുന്നു. ഹിക്കമങ്ങ് വായിച്ചു 1 മണിക്കൂർ ഓതിക്കൊടുത്തു. അല്ലാഹു എനിക്ക് തോൽപ്പിച്ചു. അതിനെനിക്ക് കിതാബൊന്നും ആവശ്യമില്ല. അതെന്ന് മാത്രമല്ല, ശറൈത്തമേനി വരെ വായിച്ചാൽ അർത്ഥം വെച്ചു. ഇപ്പൊ രാവിലെയാണെങ്കിൽ ഞാൻ ഹംദുല്ല ഒരു കിതാബൂലാണ് കുട്ടികൾ വായിക്കും. അവരെ സെറ്റും കൂടി തീർത്താണ് നോക്കും. അല്ലാഹു എനിക്ക് തോൽപ്പിച്ചു. അത് നിലനിൽക്കണമെന്നായല്ല ആവശ്യം. മരിക്കുന്നവരെ എൽമ കൊണ്ട് ചുമനാവണം, അങ്ങനെ മരിച്ചു കിട്ടണമെന്നാണ്. അല്ലാഹു എനിക്ക് തോൽപ്പിക്കുന്നത് തരട്ടെ. വേറെ നമ്മളെ ആദരിച്ച്, ഇപ്പൊ നിങ്ങൾ ആദരിച്ച്, വാസ്തവത്തിൽ നിങ്ങൾ നമ്മളെ ആദരിച്ചാൽ നമ്മളൊക്കെ കാമ്യരായ മനുഷ്യന്മാരൊന്നും അല്ല. അല്ലാണ്ട് റസൂൽ കാമ്യരായ നമ്മൾ കാമ്യങ്ങളല്ലല്ലോ. തങ്ങൾ മുക്കമ്പിലും മുക്കമ്പറുമായ ഞങ്ങൾ കാമ്യലുമല്ല മുക്കമ്പലുമല്ല. അതൊക്കെ വിജയിക്കുകയാണെങ്കിൽ സമയം വേണം. അപ്പൊ നമ്മൾക്ക് ഉള്ളിന്ന് ചെറിയ കിബിറ് വരും. ഞാനിപ്പോ തിരക്കിൽ ഞാൻ എന്നാ പോയില്ലേ, കാര്യം പറ്റില്ലേ, കാര്യം പോയില്ലേ. നിങ്ങൾ കേട്ടിട്ടില്ലേ അഹ്മദുൽ കബീർ റിഫായി, വലിയ മഹാനല്ലേ? അവർ ഖൽവത്തിലിരിക്കുമ്പോൾ തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറിയ കുട്ടി വാതിൽക്കലുണ്ടാവും. വല്ല വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാൻ. ആ ഖൽവത്ത്
വെള്ളത്തിന്റെ മുറിയിലേക്ക് ഒരു മനുഷ്യൻ പറന്നു വന്ന് ഉള്ളിലേക്ക് അങ്ങോട്ട് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും തിരിച്ചുപോയി. ഈ കുട്ടി ഇത് കണ്ട് അതിശയപ്പെട്ടു. കാക്കയോട് ചോദിച്ചു, അതാ ഇപ്പൊ പറന്ന ഒരാൾ ഇവിടെ വന്നല്ലോ, അങ്ങനെ പോയി ചെയ്തല്ലോ, നമുക്കറിയാതെ നീ എങ്ങനെ കണ്ടോ? ആ, നീ ആള് കിടക്കണ്ടേ, നീ കണ്ടോ? ആ അല്ലേ, എന്നാ അതാരാന്നറിയോ? ഭൂമിയിലുള്ള റുബുൽ മസ്കൂൽ, ജനവാസമുള്ള ഭാഗം 4-ൽ 1. ബാക്കി വഴി 3 ഭാഗവും വെള്ളമാണ്. റുബുൽ മസ്കൂൽ ഒഴിച്ച് ബാക്കിയുള്ള 4-ൽ 3 ഭാഗവും വെള്ളമുള്ള ആ ഘോരമായ വെള്ളത്തിന്റെ കരടുകളും പുഴകളുമായ സ്ഥലത്ത് ഘോരമായ മഴ പെയ്തു. ഒരു ദിവസം കരയിലൊരു തുല്യ വെള്ളവുമില്ല. അപ്പം ഇയാൾ വിചാരിച്ചു പോയി, പടച്ചോനെ ഇതെന്തൊരു കുതിരത്താ, വെള്ളം ആവശ്യമുള്ളത് കരയിലല്ലേ, അവിടെ ഒരു തുല്യ വെള്ളവുമില്ലാതെ ഈ വെള്ളത്തിന്റെ കൊട്ടാരത്തിലായ മഴവിൽ ഇത്ര വലിയ മഴ പെയ്തെന്താ എന്ന് ഉള്ളിലിങ്ങനെ വിചാരിച്ചു. അപ്പോൾ അല്ലാഹുവിന്റെ മേൽ ഇത്റാദ് ചെയ്തു. അള്ളാന്റെ മേൽ ഇത്റാദ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഹിക്മത്ത് ഓരല്ലേ അറിയൂ, നമ്മളെന്തറിഞ്ഞ്. അപ്പൊ അല്ലാഹു പറഞ്ഞു. പക്ഷെ അത്ര വലിയ അധികാരമുള്ള അയാളെ ഇപ്പോൾ ആ ഉദ്യോഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പോയി. ഉദ്യോഗം പോയി, സസ്പെൻഡ് ചെയ്തു പോയി. എന്താ കാരണം ചോദിച്ചു. വേറൊന്നുമല്ല, ഇതന്നെ ലോകത്ത് ഏറ്റവും മഴ ആവശ്യമുള്ള കരയിലെ മഴയില്ല, ആവശ്യമില്ലാത്ത മഴ ഇഷ്ടംപോലെ മഴ ചെയ്തു. ഇപ്പൊ അടുത്തന്നെ ഗൾഫിലെല്ലാം മഴ വെച്ച് ഇടങ്ങാറായത് നിങ്ങൾ പേപ്പർ കണ്ടില്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കില്ല അവിടെ എന്തിനാ നമുക്ക് വെള്ളം ചെയ്യാൻ മഴ. അവരെ എന്തായി, അതിന്റെ അധിപനായ ആളെ ഒന്നിനെ വന്നപ്പോ ചെറിയൊരു വിചാരം വന്നപ്പോ അള്ളാഹുവിന്റെ മേൽ ഇസ്റാ ചെയ്തു. അതിന്റെ ഹിക്മത്ത് അള്ളാഹുവിനല്ല ചെയ്യൂ. കരയിൽ മഴയുമ്പോൾ അതിനേക്കാൾ വലിയ മഴ ബഹറിലുണ്ട്. ബഹറിലുള്ള ഷിപ്പികൾ പുറന്നു നിൽക്കും. മുത്തുമെന്നെങ്ങനെ ഉണ്ടാകുന്നു? ആ മഴവെള്ളം വീഴുമ്പോൾ അതങ്ങ് കൊടുക്കും, അത് പൂട്ടിക്കളയും. അതാണ് മുത്ത്. അപ്പൊ ഈ മുത്ത് എത്രയും വില പിടിച്ച സാധനം, അതുകൊണ്ടുണ്ടാകില്ലേ. അപ്പൊ കടലിലും മഴ വേണം, കരയിലും മുളക്കും. അതിന്റെ ഹിക്മത്താണ്. അയാൾക്കും അധികാരമില്ല. ആ കാരണം കൊണ്ടാണ് അയാളെ ഒഴിവാക്കിയത്, ഈ വിചാരം വന്നപ്പോൾ. അപ്പൊ അതയാൾ അറിയോന്ന് ചോദിച്ചു കുട്ടി. ഇല്ല. എന്ത്, നിനക്കത് അറിയിക്കണമെന്ന് പൂതിയുണ്ടോ? അയാളത് അറിയിക്കണ്ട, അയാൾ അറിയാൻ അല്പം തെറ്റെന്ന് പറഞ്ഞാൽ മതിയോ? എന്നാ നീ നിന്റെ വലിയ തലയിലിടെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ തട്ട്. ഈ കുട്ടി അങ്ങ് പോയി എവിടെയോ ഒരു സ്ഥലത്ത് പോയി, ഒരു വളരെ ഭയാനകമായ ഒരു സ്ഥലത്ത് പോയി. ഇറങ്ങി നോക്കുമ്പോൾ ഒരു മനുഷ്യനും കാണാനില്ല, ഒരാൾ പ്രവേശമില്ല. കുറെ കഴിഞ്ഞപ്പോൾ ഒരാളങ്ങനെ നടന്നുകൊണ്ട്. അപ്പൊ ഈ കണ്ട ആളാണ്. ഉടനെ പാൻ തന്ന് തരാൻ ചെന്ന്, നിങ്ങളൊരു വിവരം അറിയിക്കാനാണ് ഞാൻ വന്നത്. എന്ത്, നിങ്ങളെ ആ അധികാരം അള്ളാഹു അതിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നത്. നിങ്ങൾ അള്ളാഹുവിന്റെ മേൽ കാരണം. അപ്പം തന്നെ താൻ പറഞ്ഞു, എന്നെ അറിയിച്ചത് നീയാണ്. അതുകൊണ്ട് അള്ളാഹിന്റെ മേൽ എത്രാത് ചെയ്ത ഇവനെ അവന്റെ മുഖം ഭൂമിയിൽ കുത്തിക്കൊണ്ട് നീ എന്നെ ഭരിക്കണം. കയറിട്ട് വലിച്ച് മുഖം ഭൂമിയിൽ കുത്തിക്കൊണ്ട് ഭരിക്കണം. അതോ ഇത്ര വളർന്നു വന്ന വാങ്ങി അങ്ങനെ ഒരു മഹാനം ഭൂമിയിൽ കുത്തി വഹിക്കാൻ ചെയ്യോ? ഞാൻ അവള് നീ അറിയിച്ചതുകൊണ്ട് നീ എല്ലാ ഒരാളുകളില്ല, അവള് ഇത് ചെയ്യുന്നു. ഒടുവിൽ എന്ത് പറയുന്നത്, തന്റെ തട്ടെടുത്ത് കെട്ടിപ്പോ കുറച്ചു നേരം വെച്ചപ്പോ ഓർഡർ വന്നു, അള്ളാഹു കൊടുത്തു കൊടുത്തു. അപ്പൊ അത്രത്തോളം പല സംഭവങ്ങളുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇബ്നുൽ ലബ്ബാൻ എന്ന് പറഞ്ഞ ആളാരാ? വലിയ ആലിമ. ഇയാളെ വലിയ മുദരിസായിട്ട് കൊണ്ടുവന്നു, വലിയ ഒരു കോളേജ് ഉണ്ടാക്കി നിർത്തിയാൽ. ആ ദർശനം കൊണ്ടുവന്ന വലിയ ആള് മുഹമ്മദ് ഇബ്നുൽ ലബ്ബാൻ എന്നാളെ പേര്.